അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടനെ കാണാൻ വന്ന പെൺകുട്ടി എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അവൾക്ക് സെക്കൻഡ് മാരേജ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളോട് സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നത്. അതിന് ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പമില്ല, ഞാൻ എല്ലാം പറഞ്ഞു തരാം, നിങ്ങൾക്ക് എന്തൊക്കെ അറിയേണ്ട വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടിയുടെ പ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് 35 വയസ്സ്, ഇവനൊക്കെ 3 വയസ്സ് കൂടിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പെണ്ണ് വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കല്യാണ നിശ്ചയം പോയാലോ, വെള്ളിയാഴ്ച നിശ്ചയം വെക്കാം, അന്നാണ് നല്ല ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനോട് അഭിപ്രായം ചോദിക്കേണ്ടത്. നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ എല്ലാ കാര്യം തീരുമാനിച്ച് ഇനി നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ തന്നെയാണ്, ഞാൻ എന്തായാലും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, വെള്ളിയാഴ്ച ഉറപ്പിക്കൽ വെക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ നിധിക്കും നികേഷിനും ഹരീഷിനും ഒക്കെ വല്ലാത്ത സങ്കടാവുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ സുധീഷ് സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ നിങ്ങൾ ഇങ്ങനെ തീരുമാനം എടുത്ത് ഞങ്ങളോടൊന്നും പറയാത്ത, നിങ്ങൾക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ ഇത് അവളുടെ ആ കുട്ടിയുടെ സെക്കൻഡ് മാരേജ് ആണെന്നൊക്കെ പറയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നത്. അതിനിപ്പോൾ എന്താടാ, എനിക്ക് ഇഷ്ടമായിട്ടല്ല, എനിക്കൊരു കുഴപ്പമില്ല. നിധി പറയുന്നത്, ഏട്ടാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ടല്ലേ തീരുമാനം എടുത്തതെന്ന് പറയുന്നത്. നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നിധി അടുക്കളയിൽ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് സുഭാഷേട്ടൻ പറയുന്നത്, ഞാൻ ഉണ്ടാക്കാൻ മോളെ നീ മാറുമെന്ന് പറയുന്നത്. വേണ്ട സുഭാഷേട്ടൻ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. സുഭാഷേട്ടന് ചായയാണോ കോഫിയാണോ എന്ന് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത് കോഫി മതിയെന്ന്. എന്തായാലും നമ്മുടെ നിധി കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാമെന്ന് വിചാരിക്കരുത്, സുഭാഷ് ഏട്ടന് ശരിക്കും മനസ്സുണ്ടായിട്ടാണോ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടത്, പിന്നെ ഒരു അബദ്ധത്തിൽ പോയി ചാടരുത്, നിങ്ങൾ ആ പെൺകുട്ടിയോട് സംസാരിച്ചോ, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. ഒക്കെ ആ കുട്ടിക്ക് സമ്മതമാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞു തരേണ്ടതല്ല, എന്നാലും എൻ്റെ മനസ്സ് കേൾക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചോദിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടന് വിഷമമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്നാലല്ലേ മോളെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഹരീഷിൻ്റെ കല്യാണം കഴിക്കും, അപ്പോൾ ഹരീഷിന് വേണ്ടിയിട്ടാണോ സുഭാഷ് ഏട്ടൻ ഈ കല്യാണം സമ്മതിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നല്ല മോളെ, എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒഴിവാവുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അവൾ ആ സ്കൂട്ടി ബാക്കിൽ നിന്ന് ഉന്തി തള്ളിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉമ്മറത്ത് വെച്ചിട്ട് പൊടിയൊക്കെ തട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തട്ടിത്തരാൻ നിധി. വേണ്ട, ഇന്ന് എന്താ സ്കൂട്ടിയിൽ പോകണേ ചോദിക്കുന്നത്. ഒന്നുമില്ല, ആ ബസ് സ്റ്റാൻഡിൽ ആ കാഴ്ച എനിക്ക് കണ്ട് നിൽക്കാൻ വയ്യ, ഏത് കാഴ്ച, ആ വൃത്തികെട്ട കാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷിന് മനസ്സിലായി, ഞാൻ ഗായത്രിയോട് സംസാരിക്കുന്നത് നീതിക്ക് അത്ര വലിയ ഇഷ്ടമാവണില്ല, അതുകൊണ്ടാണ് അവൾ സ്കൂട്ടിയിൽ പോണത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധിയോട് ചോദിക്കുന്നത്, ഈ ഷർട്ട് എങ്ങനെയുണ്ട് നിധി, എൻ്റെ ഗായുവിന് ഈ കളർ ഷർട്ട് ഇഷ്ടമാവുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, അത് നിങ്ങളെ ഗായത്രിയോട് പോയി ചോദിക്കുക, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നിധി സ്കൂട്ടി സ്റ്റാർട്ടായിട്ട് ഒറ്റ പോക്ക് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് പറയുന്നത്, അവൾ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ, ഞാൻ അവളെ ബാക്കിൽ തന്നെ പോട്ടെ വെച്ചിട്ട് നമ്മുടെ സുധീഷ് ഒരു ബൈക്ക് എടുത്തിട്ട് അവളെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നിധിക്ക് ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗായത്രിയുടെ ഓരോ വർത്തമാനം പറയേണ്ട. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വേണ്ട സുധീഷിനോട്. എന്തായാലും നിധി ഇങ്ങനെ സ്കൂട്ടി കുറച്ചും കൂടി സ്പീഡാക്കണം നോക്കണ സമയത്ത് നമ്മുടെ സ്കൂട്ടി നിൽക്കുന്നുണ്ട്. സുധീഷ്, അയ്യോ ഇവൾക്ക് എന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയിട്ട് നോക്കുമ്പോൾ എന്താ സ്കൂട്ടി സ്റ്റാർട്ട് ആവണില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, മഴ കൊണ്ടിട്ടാവും, എന്നാൽ നമുക്ക് നാളെ മുതൽ കുട പിടിക്കാം സ്കൂട്ടിക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സുധീഷ് ചിരിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഞാനൊരു പുതിയ സ്കൂട്ടി വാങ്ങിത്തരാൻ നിധി എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഒരു സാധനം വേണ്ട എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ സുധീഷ് പറയുന്നത്, ഇവിടെ ഹരീഷിൻ്റെ കട അടുത്തല്ലേ, നമുക്ക് അവിടെ പോയിട്ട് ശരിയാക്കിയിട്ട് നമുക്ക് ഓഫീസിൽ പോകാമെന്ന് പറയുന്നത്. എനിക്കില്ലെങ്കിൽ തന്നെ ലേറ്റായി എന്ന് പറയുന്നത്. എന്തായാലും രണ്ടാളും കൂടി വണ്ടി ഉന്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് നിധി ഇങ്ങനെ ആലോചിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി ആലോചിക്കണം, ഞാൻ ഈ സുഭാഷ് ഏട്ടൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്, സുഭാഷ് ഏട്ടൻ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത്, എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്തോ ഇതിൻ്റെ പിന്നിലൊരു കളിയുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്തായാലും രണ്ടാളും കൂടി ഇങ്ങനെ ഉന്തിയിട്ട് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉന്തിയിട്ട് നമ്മുടെ ഹരീഷിൻ്റെ കട എത്തുന്നുണ്ട്. ഹരീഷിൻ്റെ കടയിലാണെങ്കിൽ നമ്മുടെ നീതു ആണെങ്കിൽ ഇരുന്ന് സംസാരിക്കേണ്ട. നീതുവിനാണെങ്കിൽ ഇങ്ങനെ കല്യാണം എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടനെ കഴിഞ്ഞാൽ മതി എന്നുള്ള സംസാരം. ഇവർ മൂന്നാളും ഇങ്ങനെ എന്തുകൊണ്ടാണെന്നാവോ ഇപ്പോൾ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നീതു അവിടെ നിന്ന് കടയിൽ നിന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതല്ലേ, 32 വയസ്സായിട്ടും കല്യാണം കഴിയാതിരിക്കണേലും കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കണതും അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷ് അപ്പോഴേക്ക് സ്കൂട്ടി നേരെയൊക്കെയുണ്ട്. നമ്മുടെ നീതിയും സുധീഷും സ്കൂട്ടിയിൽ കയറി പോകുന്നുണ്ട്, ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് നീതുവിനോട് പറയുന്നത്, നീ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്, നീ ഇത്രമാത്രം സെൽഫിഷ് ആവരുത്, എൻ്റെ ഏട്ടൻ എൻ്റെ ജീവിതം എന്തായാലും നിനക്ക് വേണ്ടില്ല, നിനക്ക് നിൻ്റെ കല്യാണം മാത്രമല്ലേ, അത് നടക്കില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു കല്യാണം വേണ്ടാന്നൊക്കെ പറയട്ടെ. ആ സമയത്ത് നമ്മുടെ നീതുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഹരീഷിനെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വർക്ക് സൈറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനെ എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനാണെങ്കിൽ സുഭാഷ് ഏട്ടൻ എന്തിനങ്ങനെ കല്യാണത്തിന് തീരുമാനിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ നിങ്ങൾ ആ പെൺകുട്ടിയുടെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ രണ്ടാളും സംസാരിക്കലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, ഇല്ലടാ നമ്മൾ ഇന്നലെ കണ്ടില്ല, അത്ര തന്നെ ഉള്ളൂ, ഞങ്ങൾ ഫോൺ വിളിക്കലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ നമ്മുടെ സുധീഷ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയേണ്ട, സുധീഷ് എവിടെ ഫോണെന്ന് ചോദിച്ചിട്ട് സുഭാഷ് ഏട്ടൻ്റെ ഫോൺ
ഫോൺ എടുത്തിട്ട് ബ്രോക്കറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വേഗം ആ പെൺകുട്ടിയുടെ നമ്പർ അയക്കൂ, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ പോണ ആ പെൺകുട്ടിയുടെ നിനക്ക് എന്തിനാണ് ആ പെൺകുട്ടിയുടെ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് ബ്രോക്കർ. എനിക്കല്ല, നമ്മുടെ സുഭാഷ് ഏട്ടൻ ആ പെൺകുട്ടിയെ ഒന്ന് വിളിക്കാനാന്ന് പറയുന്നത്. എന്തായാലും ബ്രോക്കർ ആ നമ്പറൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുധീഷ് അവൻ്റെ ഫോണിലും സേവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സുഭാഷ് ഏട്ടനും സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചോളൂ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകൊണ്ടു ആ കുട്ടീനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് നിധിനോട് പറയുന്നുണ്ട്, നമുക്ക് രണ്ടാക്കും ആ പെൺകുട്ടീനെ ഒന്ന് കണ്ടിട്ട് എന്താണ് അവളുടെ മനസ്സിലൊന്നൊന്ന് അറിയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സുധീഷും നിധിയും കൂടി ആ പെൺകുട്ടീനെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയോട് കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.